ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ മാമൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ മാമൻ്റെ അവിടുത്തെ എല്ലാ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞ ശേഷം അവിടെയാണ് വരുന്നത്. അപ്പോൾ ഞാനും പോകുന്നുണ്ട്. അപ്പം മാമൻ്റെ ഒരു കുഞ്ഞ് ലോങ് വീഡിയോ ആയിട്ട് എടുക്കാം. എല്ലാ വീഡിയോയിലും ഞാൻ കുഞ്ഞ് ലോങ് വീഡിയോ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം കുഞ്ഞ് ലോങ് വീഡിയോ അല്ല, ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. പനിയും വന്നിട്ടുണ്ട്, എന്നെ വിളിക്കാനായിട്ട് പനിയായിട്ട് പോവാം. ഭയങ്കര നാളെ കുടുങ്ങിയാണ്. ചുമ്മാ നീയേ ഇപ്പൊ എനിക്ക് വെളിയിറങ്ങാൻ പറ്റില്ല. നീ ഞാൻ കാരണം വെളിയിറങ്ങാൻ പറ്റുള്ള കേസ് നിങ്ങളൊന്ന് ആലോചിച്ചു. പിന്നെ യൂട്യൂബറായിട്ട് അവൻ ഇച്ചിരി ഫേമസ് ആക്കാൻ നോക്കിയിട്ട് അവന് ഭയങ്കര കുഴപ്പമാണ്. ഭയങ്കര നാണക്കായ. അപ്പൊ ഞാൻ നിന്റെ ഹെൽമെറ്റ് വയ്ക്കാം. ഗൈസ്, ഞാൻ മാമന്റെ വീട്ടിൽ എത്തിയിരിക്കും. അപ്പൊ ഗൈസ്, നമ്മളിതാ ലൂസി ഇവിടെ കിടപ്പുണ്ട്. ഓ, ഇത് ഇടാ മാമി, കുഴപ്പമില്ല. ഇതിനനുസരിച്ച് തന്നെ കൊടുത്തുണ്ടോ? ഹായ് പറ. ഹായ്. നമ്മുടെ ഓ മാമി ഹായ് പറ. മാമി ഹായ്. മാമിയുടെ പേരാണ് എന്തിനാമി? പക്ഷെ നല്ല പേരാ, എനിക്ക് അതാണ് ഇഷ്ടം. ലതേക്കാളും പ്രേമലതാണ് ഇഷ്ടം. എന്താ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലൂസി മോളോടെ ബാക്കിൽ കായലൊക്കെ ഉണ്ട്. നമ്മുടെ കായൽ ഇത് ഫുൾ വ്യൂ ആയിട്ട് ഞാൻ ഉടനെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അവിടെ ജാമ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ജാമ്പയ്ക്കൊക്കെ പോയി കഴിച്ച് ഇപ്പോൾ സമയം കഴിഞ്ഞിരിക്കുന്നു ജാമ്പയ്ക്കയുടെയൊക്കെ. നമ്മളെ ചിക്കൻ ഇവിടെ തിളക്കുന്നുണ്ട്. മാമി എത്ര മണിയിട്ട് തുടങ്ങിയത്? അപ്പൊ ഇപ്പഴാണ് തീർന്നത് ചിക്കൻ കറി. തീർന്നിട്ടില്ല, തിളച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. ശ്രീകുട്ട ഉള്ളോണ്ട് രക്ഷപ്പെട്ട് അല്ലേ ശ്രീകുട്ട? ശ്രീകുട്ട എണീക്കണതേ 10 മണി. അപ്പൊ പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ്? അപ്പൊ ഗൈസ്, നമുക്ക് കരിയേപ്പില ഇടാം. എന്നെയും കൂടെ സൂം ചെയ്യണം. ഓക്കെ, കരിയേപ്പില ഇടാം. നമ്മളൊക്കെ ഇങ്ങനെയാണ് ഇടുന്നത്. കരിമതി എത്ര മതിയല്ല? കിട്ടോ. അവന്റെ അഭിപ്രായത്തിൽ ഞാൻ കുറച്ച് കരിയേപ്പിലയും കൂടെ ഇടാം. ഡെക്കറേഷൻ ആയില്ലേ? ഇത് ഇത്ര ഞാനാണ് വെച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് അടച്ചു കേട്ടോ. അതാ മിക്സ് ചെയ്യാം. അപ്പൊ ഗൈസ്, ഞാൻ എന്താ ഐസ്ക്രീം കൂടെ മേടിക്കാൻ അവൻ്റെ കൂടെ പോവാണ്. അപ്പൊ പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ അച്ചാറ് മേടിച്ചു. അച്ചാറ് മേടിക്കുന്ന ഇന്റെ വീട്ടിലാണ് വന്നത്. ആരുടെ വീടാണ്? ഏതോ മാമിയുടെ വീട്ടിലൊക്കെ വന്നേക്കാണ് ഗൈസ്. ഓക്കെ, അച്ചാർ ചെയ്യാം. ഇങ്ങനെ കാത്തിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ബിരിയാണി അരി ഇടാൻ പോവുകയാണ്. കോട്ടയം നിർത്തുകളല്ലേ, കാരണം കൈ കൊണ്ടൊക്കെയാണ് നീക്കിയിടുന്നത്. വൃത്തിയില്ലാത്ത കൂട്ടങ്ങളായിരിക്കും. അയ്യോ, ഭാവി വീഡിയോയിൽ ഇതൊക്കെ കേൾക്കും കേട്ടോ. അതാണ് കുഴപ്പമില്ല, കൈ വീട്ടിലേ ഇട്ടത്. എല്ലാരും കൈ കൊണ്ടല്ലേ ഇടാൻ പറ്റുള്ളൂ എല്ലാവർക്കും അരിയൊക്കെ. കുളിക്കാൻ കൂടെ ചെയ്ത് കേട്ടോ രാവിലെ. ഞാൻ കിട്ടാം. ഞാൻ ആക്കിക്കോളാം. കുളിച്ചെന്നും കൂടെ പറഞ്ഞ് എടാ, ഇതിനകത്ത് നാരങ്ങ നീര് ഒഴിക്കണ്ടേ? ഒഴിച്ചാ കൊടുക്കട്ടെ മാറ. അടച്ചു വെക്കണം. അതിലേ അടച്ചു വെക്കണം എന്നാണ് നീ യൂട്യൂബിൽ നോക്കിയാടാ? അന്ന് അശ്വരൂടെ ഒന്ന് വെച്ചല്ലോ.
ഇവർ രണ്ടുപേരും കൂടെ നോക്കണം. ഞാൻ വേറെ എന്തിനാ അത് യൂട്യൂബ് അപ്പൊ നീ വെച്ചു ഓർമ്മയില്ല നിനക്ക് വെച്ചത് യൂട്യൂബിൽ നോക്കി. ഇവൻ ഇപ്പം ചെയ്യുന്നതേ ഓർമ്മയില്ല. കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ അപ്പം ചുട്ട് അടച്ചും വെച്ചിരുന്നു. കഴിക്കാതിരുന്ന് അങ്ങോട്ട് ചെയ്യടാ. ശ്രീകുട്ടി എന്ത് ചെയ്യുന്നു? പുഴുങ്ങിയത് നിന്നെ ഇട്ട് പുഴുങ്ങ. ഗൈസ്, നമ്മളിതാ പുറത്താണ് നമ്മൾ പായസം വെക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഇടാൻ പോവുകയാണ്. ഇടൂ. ഓക്കെ, ഒഴിച്ചോ. എന്നിട്ട് നമ്മൾ മറ്റേ സാധനം എടുത്തു. ഒന്നും കൂടെ ഇട്ടോ. എന്നിട്ട് നമ്മൾ മറ്റേ സാധനം എടുത്തിട്ട് കുറച്ച് വെച്ചോ. കുറച്ച് വെക്ക് ഗൈസ്. അപ്പോൾ ദാ നമ്മുടെ സേമിയ പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. അടുക്കളയിൽ നിന്നുകൊണ്ടാണ് ഗൈസ് ഇങ്ങനത്തെ കൊടുക്കുന്നത്. ഉടനെ തന്നെ സെറ്റ് ആവുന്നതാണ്. ഇതൊക്കെ കഴിച്ചോണം ഇനി ഒന്ന് മുഖമൊക്കെ കഴുകി സെറ്റ് ആവാനായിട്ട്. അല്ലേ മകനെ? അപ്പത്ത് മുട്ട വെച്ചോണ്ടിരിക്കുകയാണ്, ബിരിയാണിക്കുള്ള മുട്ട. ഞാൻ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സേമിയ പായസം നമ്മുടെ ബിരിയാണി ഏകദേശം ആകാറായിട്ടുണ്ട്. ഇത് മുട്ട, ഇത് പായസം. ക്യാമറമാൻ ശ്രീകുട്ടനാണ്. അനിയെന്താ വരുന്നത്? അവന് വേണമെങ്കിലും എന്തായി മാമി ബിരിയാണി? അണച്ചാ? അണഞ്ഞില്ല. ഒക്കെ ഇട്ടാ മതി. ഞാൻ വീഡിയോ എടുക്കണം. ഓക്കെ. ആർക്ക് ഇനി 3-ാമത്തെ പ്രാവശ്യം നമുക്ക് വെച്ച് കഴിക്കാം. നമുക്ക് എന്തായി? ഞാൻ അകത്ത് പോയി ഇളക്കിയിട്ടാ വന്നേ. ഇവിടെ നിന്നും കൂടെ ഇളക്കാം. അയ്യോ എടാ, അടിയിൽ എന്തോ. കുഴപ്പമില്ല. നല്ല ചിരി. ഇതാ ഏകദേശം നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി കേട്ടോ. ഞാനും മാമിയും അനിയനും എല്ലാവരും കൂടെ വച്ച ബിരിയാണിയാണ്. എൻ്റെ വ്ളോഗിൻ്റെ അടുത്ത് അണിച്ചടന്നു. ഇടയ്ക്ക് വന്നിട്ട് ധാരത്ത് ഒറ്റയ്ക്ക് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. സെറ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, അടിപൊളിയാണ്. നമ്മൾ പായസം കൂടെ കാണിച്ചതാണ്. പായസം കൂടെ കാണിച്ചരാം. ശ്രീക്കുട്ടി ഇവിടെ തൂക്കുന്നുണ്ട്. ഓ, ഞങ്ങളുടെ പായസം ഇവിടെ സെറ്റായി. കുറെ കഴിയുമ്പോ കട്ടിയാവൂടാ അത്. നമ്മുടെ പായസമായിട്ടുണ്ട്. ഇപ്പം സെറ്റായി. നമുക്ക് ഓഫ് ചെയ്യാം. അടച്ചു വെക്കൂ. നോക്കിയാ മതി. കറക്റ്റ് തന്നെ. നീ നോക്കടാ. ഉണ്ടല്ലോ. எப்படி இருக்கு? കഴിച്ചായി നീ? ചേട്ടാ எப்படி இருக்கு? ഈ വീട്ടിൽ കൊണ്ട് എടുത്താലേ മാണിക്കും കടന്നു വരും. ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് ബിരിയാണി. ഹായ് പറ. വീഡിയോ എടുത്തേക്കുന്നു.
ചേച്ചി ഞാൻ ഇന്ന് കുളിച്ചേട്ടാ കയ്യൊക്കെ വൃത്തിയോട്ട് അതെല്ലാം വീഡിയോ എടുത്തു. ഇതാണ് നമ്മുടെ മാറ്. അപ്പൊ ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു. എന്നെ ഒന്ന് പിടിക്കണം. അയ്യോ ഇത് ചൊറിയണോന്നല്ല എടാ ഇതെങ്ങനെ ഗൈസ് ഇറങ്ങുന്നേ. അവിടെ നിന്ന് വീഡിയോ എടുത്തേ. അമ്മച്ചിമാരെയും കട്ടി കഷ്ടമാണല്ലോ. ബാക്കിലിട്ടോ സൂക്ഷിച്ച് നിക്കണേ. ഞാൻ ആദ്യമായിട്ടാ ഇവിടെ ഇറങ്ങുന്നത്. പാമ്പെല്ലാം ഉണ്ടാടാ? പാമ്പും ഒന്നും ഇട്ടാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതാണ് ആറ്. പക്ഷെ ഇതാണ് ഗൈസ് ആറ് ഇവിടത്തെ. ഞാൻ ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ കുറേ മഴയുള്ള സമയത്തൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് മീനൊക്കെ ഇവിടെ വന്നിരിക്കും കേട്ടോ. അവിടെ അടി നടക്കുന്നുണ്ട്. അവിടെ അയൽക്കൂട്ടം അടി നടക്കുന്നു ഗൈസ്. അങ്ങോട്ട് കാണിച്ചു ഇങ്ങോട്ടോ നോക്ക് എന്ത് കണ്ടു ഗൈസ്. അവിടെ വന്നിട്ട് അടിയാണ്. അയൽക്കൂട്ടം നടത്തി അവസാനം അടിയായി. പക്ഷെ ഇതിലൂടെ ക്യാമറ കൂടെ നോക്കുമ്പോഴത്തേക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച അതും എടുക്കാം കായലും കാണാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. ഇതാണ് ഗൈസ് കായല്. കായലല്ല ആറ്. എടാ സോറി ആറ്. എടാ ഈ താമരയുടെ സാധനത്തിന്റെ പേരെന്തിന്? ആമ്പല്. ആമ്പലിന്റെ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് താമരയാണ്. പക്ഷെ ഇതൊത്തിരി വൃത്തിയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ആറ് നല്ല കുളിക്കാനൊക്കെ പറ്റും. കുളിക്കാനും നനയ്ക്കാനും. വീഡിയോ എടുക്കാം. വേണമെങ്കിൽ ഒരു കപ്പലൊക്കെ ഇട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം. കപ്പല് പോയി. കപ്പലല്ല ബോട്ട്. സ്മെല്ല് അറിയില്ല. നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരാളും കൂടെ വരുന്നുണ്ട്. വരൂ വരുന്നില്ലേ? വരൂ അതൊക്കെ നടന്നു വരും. ഇറങ്ങോ നീ? ഇറങ്ങിയാ ശ്രദ്ധിച്ചു ആരെങ്കിലും ഈ കാലം കാണിച്ചോടാ. അപ്പൊ ഗൈസ് ഇതാണ് ആറ്. വൈൻഡപ്പ് ചെയ്തിട്ട് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഒരാൾ പിറകെ ഓരോന്നായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.